പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ഒരുമിച്ച് ചിന്തിപ്പാൻ ആവർത്തന പുസ്തകം 22-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ നമ്മൾ ചിന്തയ്ക്കായിട്ട് വിഷയീഭവിക്കുന്നത്. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ആവർത്തന പുസ്തകത്തിലെ ചില ചിന്തകളാണ് നാം പങ്കുവെച്ചുകൊണ്ടിരുന്നത്. 22-ാം അധ്യായത്തിൻ്റെ 1-ാം ഭാഗത്ത് നമ്മൾ പറഞ്ഞു, ദൈനംദിന ജീവിതത്തിൽ നീതിയുള്ള ജീവിതം. അതായിരുന്നു നമ്മൾ പങ്കുവെച്ച ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് വിവാഹ ജീവിതത്തിൻ്റെ വിശുദ്ധി സംബന്ധിച്ചാണ്. അതിന് അവരുടെ ഇടയിൽ നിലനിന്നിരുന്ന ഒരു സംസ്കാരത്തെക്കുറിച്ച് പറഞ്ഞു. അത് ഈ കാലഘട്ടത്തിന് യോജിച്ചതല്ല എന്നും പറയുവാനിടയായി. ഈ രണ്ട് കാര്യത്തിലും ദൈവത്തിൻ്റെ കൃപ വേണം. നമ്മളിൽ വസിക്കുന്ന ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് നമ്മളെ ആ കാര്യങ്ങളിലെല്ലാം ഉപദേശിക്കുന്നതും നടത്തുന്നതും നയിക്കുന്നതും എന്നുള്ള ചിന്ത നമ്മെ ഭരിക്കട്ടെ. ഇത് നമ്മൾ ചിന്തിക്കുന്ന 22-ാമത്തെ വാക്യം മുതൽ 30-ാമത്തെ വാക്യം വരെയുള്ള ഭാഗമാണ്. അവിടെ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി സംബന്ധിച്ച് കുറേയും കൂടി ഉന്നതമായതും ഗൗരവമുള്ളതായ കാര്യങ്ങളാണ് പ്രസ്താവിക്കുന്നത്. ഒരു പുരുഷൻ്റെ ഭാര്യയെ സ്ത്രീയോടുകൂടെ ഒരുത്തൻ ശയിക്കുന്നത് കണ്ടാൽ, 23-ാമത്തെ വാക്യം, വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ പട്ടണത്തിൽ വെച്ച് കണ്ട് അവളോടുകൂടെ ശയിച്ചാൽ, 25-ാം വാക്യം, വിവാഹനിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഒരു യുവതിയെ ഒരുത്തൻ വയലിൽ വെച്ച് ബലാത്കാരം ചെയ്താൽ, 28-ാം വാക്യം, വിവാഹനിശ്ചയം കഴിയാത്ത കന്യകയായ ഒരു യുവതിയെ ഒരുത്തൻ കണ്ട് അവളെ പിടിച്ച് അവളോടുകൂടെ ശയിച്ചാൽ, ഒടുവിൽ അപ്പൻ്റെ ഭാര്യയെ പരിഗ്രഹിച്ചാൽ, ഇങ്ങനെ ചില കാര്യങ്ങളെ അക്കമിട്ട് പറഞ്ഞ് കുടുംബജീവിതത്തിനകത്തേക്ക് മോശ കടന്നു ചെല്ലുകയാണ്. സ്വാഭാവികമായ കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നത്. ഈ തിന്മ ഇന്നും ലോകത്ത് സുലഭമാണ് എന്ന് പറയാം. മനുഷ്യൻ്റെ ഇടയിൽ ധാരാളമായി നടക്കുന്ന ഒന്നാണ് വ്യഭിചാരം. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ എല്ലാം കൂടി ചേർത്ത് വായിച്ചാൽ ഏത് പ്രകാരവും കുടുംബജീവിതത്തിൽ ഇട്ടിരിക്കുന്ന അതിർത്തിക്ക് പുറത്തുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും വ്യഭിചാരമാണ്. അവിവാഹിത ജീവിത കാലയളവിൽ പരസ്ത്രീ പരപുരുഷ ബന്ധം വ്യഭിചാരമാണ്. ഒരു സ്ത്രീയെ മോഹിക്കുന്നവനെല്ലാം വ്യഭിചാരം ചെയ്യുന്നു എന്ന പുതിയ നിയമത്തിൽ അതിനെ തിരുത്തി, കാമുകിയായവളോ ജീവിച്ചിരിക്കയിൽ തന്നെ ചത്തവളെന്ന് പറഞ്ഞ് പുതിയ നിയമത്തിൽ പൗലോസ് അതിൻ്റെ തീവ്രത കൂട്ടി. ചുരുക്കത്തിൽ കുടുംബജീവിതം എന്ന് പറയുന്നത് ഭാര്യാഭർത്തൃ ബന്ധത്തിനകത്തുള്ള പരസ്പര വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ്. എവിടെയാണോ അത് തെറ്റിപ്പോകുന്നത് അവിടെ അതിന് കളങ്കിതമായി തീരുകയാണ്. വേദപുസ്തകം, ദൈവവചനം അച്ചട്ടായിട്ട് പഠിപ്പിക്കുന്ന ഒരു സന്ദേശമാണ് വ്യഭിചാരം ചെയ്യരുത് എന്നുള്ളത്. ഏത് കാലഘട്ടത്തിൽ ചെയ്താലും ഏത് പ്രായത്തിൽ ചെയ്താലും ആര് ചെയ്താലും വ്യഭിചാരം വ്യഭിചാരം തന്നെയാണ്. മോശ ഇവിടെ പറയുന്ന പ്രമാണപ്രകാരം വ്യഭിചാരം ചെയ്യുന്നവനെ കല്ലെറിഞ്ഞു കൊല്ലണമെന്നുള്ളതാണ് പ്രമാണം. അതുകൊണ്ടാണ് കർത്താവിൻ്റെ കാലത്ത് വ്യഭിചാരക്കുറ്റത്താൽ പിടിക്കപ്പെട്ട ഒരു സ്ത്രീയെ
യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരികയാണ്. ന്യായപ്രമാണം അനുസരിച്ച് വ്യഭിചാരക്കുറ്റത്താൽ പിടിക്കപ്പെട്ട ഇവളെ എന്ത് ചെയ്യണമെന്നാണ് ഗുരു അവനോട് ചോദിക്കുന്നത്. അവരുടെ പ്രമാണം അനുസരിച്ച് കല്ലെറിഞ്ഞു കൊല്ലേണ്ടതാണ്. അവർ വന്നത് യേശുവിനെ കുറ്റക്കാരനാക്കാൻ വേണ്ടിയിട്ടാണ്, ന്യായപ്രമാണ ലംഘി എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ കർത്താവ് വളരെ കൃത്യമായി മറുപടി കൊടുത്തു. നിങ്ങളിൽ പാപമില്ലാത്തവൻ ആദ്യം അവളെ കല്ലെറിയട്ടെ. അവരെടുത്ത കല്ലുകളെല്ലാം താഴെയിട്ടിട്ട് അവർ ഓടിപ്പോയി കളഞ്ഞു. നമ്മൾക്കറിയാം സംഭവം. പാപം മനുഷ്യന്റെ മേൽ, വ്യഭിചാരം പോലെയുള്ള ലൈംഗിക പാപങ്ങൾ മനുഷ്യന്റെ മേൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ആർക്കും ആരെയും വിശ്വാസമില്ലെന്ന് തന്നെയല്ല, ആർക്കും ആരിലും വിശ്വാസമില്ല. ആധുനിക സാങ്കേതിക സൗകര്യങ്ങൾ വർദ്ധിച്ചപ്പോൾ വ്യഭിചാരത്തിന് സൗകര്യങ്ങൾ കൂടി. ഈ കാലഘട്ടത്തിൽ നിയമം പോലും അനുകൂലമാക്കി കഴിഞ്ഞപ്പോൾ വ്യഭിചാരം അഭംഗുരം നടക്കുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കും നല്ലതാണ്. അന്ത്യന്യായവിധി നാളിൽ കണക്ക് പുസ്തകം വിടർത്തുന്ന കാലത്ത് ഇന്ത്യൻ ഭരണഘടനയല്ല, റോമൻ ഭരണഘടനയല്ല, അമേരിക്കൻ ഭരണഘടനയല്ല, മറിച്ച് ദൈവീക പ്രമാണമനുസരിച്ചാണ് ശിക്ഷയും ന്യായവിധിയും കൽപ്പിക്കുന്നതെങ്കിൽ ലജ്ജിച്ചു പോകാതിരിക്കേണ്ടതിന് പാപത്തിൻ്റെ സകലവിധ മായാവലയങ്ങളിൽ നിന്നും പുറത്തു വരേണ്ടത് നമ്മൾക്ക് അനിവാര്യമായിരിക്കുന്നു. ഇവിടെ ഒന്നൊന്നായി വർണ്ണിക്കുകയാണ്. കൂട്ടുകാരൻ്റെ ഭാര്യയുമായിട്ട്, സ്വന്തം സഹോദരിമാരുമായിട്ട്, സ്വന്തം സഹോദരങ്ങളുമായിട്ട്, എന്തിനേറെ മാതാപിതാക്കളുമായിട്ട് പോലും അവിശുദ്ധമായ ബന്ധങ്ങളുടെയും കൂട്ടുകെട്ടുകളുടെയും കാലമാണിപ്പോൾ. ദൈവവചനം പഴയ നിയമപ്രകാരമാണെങ്കിൽ അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. കല്ലെറിയാൻ വചനം വിധിച്ചിരിക്കുന്നവളാണ് വ്യഭിചാരിണി. കല്ലെറിയാൻ ദൈവവചനം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നതാണ് വ്യഭിചാരി. അവരെ കല്ലെറിഞ്ഞു കൊല്ലണം. എന്നാൽ ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ട് മരണശിക്ഷ വിധിക്കപ്പെടുന്നില്ല എന്ന് ചോദിച്ചേക്കാം. എന്തുകൊണ്ടാണ് രഹസ്യമായി ചെയ്ത ആ പാപത്തിനകത്ത് വീണ്ടും വീണ്ടും വിരാജിച്ചിട്ടും ദൈവം ശിക്ഷിക്കാത്തതെന്താണ് എന്ന് തോന്നിയേക്കാം. ഏതൊരു പാപിയും അനുതപിച്ചാൽ പാപമോചനം കൊടുക്കുന്ന, പാപം ആവർത്തിക്കപ്പെടാതിരിക്കാൻ പാപത്തിൻ്റെ മേൽ അനുതാപത്തോടെ കണ്ണുനീരോടെ ഏറ്റുപറയാൻ തയ്യാറായാൽ ഏത് പാപവും ക്ഷമിക്കും. കാലഘട്ടം നോക്കാതെ ക്ഷമിക്കും. ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും ദൈവത്തിൻ്റെ നീതിയുടെയും സംഗമസ്ഥാനത്ത് വെച്ച് നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ വരേണ്ടിയിരുന്നതായിരുന്നു. ഞാൻ ഒന്നുകൂടി പറയാം. ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ നീതിയും തമ്മിൽ കൂടിച്ചേരുന്ന സ്ഥാനത്ത് വെച്ച് നമ്മുടെ പാപത്തിൻ്റെ മേൽ ശിക്ഷ വരേണ്ടതായിരുന്നു. എന്നാൽ ദൈവസ്നേഹത്തിൻ്റെയും ദൈവനീതിയുടെയും സംഗമസ്ഥാനത്ത് എനിക്കും നിങ്ങൾക്കും പകരമായി ഒരു ആട്ടിൻകുട്ടി അറുക്കപ്പെട്ടു. ഒരു ആട്ടിൻകുട്ടിയുടെ രക്തം ചിന്തി
യോഹന്നാൻ 1:29. ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വചനം കേൾക്കും ദൈവപൈതലേ, നമ്മുടെ പാപത്തെ ചുമന്നൊഴിച്ച പാപമില്ലാത്ത ഊനമില്ലാത്തൊരു കുഞ്ഞാട് നമ്മുടെ പാപത്തെ ഏറ്റെടുത്തും വെച്ച് കാൽവരിയിലേക്ക് നടകൊണ്ടു. അവിടെയാണ് ദൈവസ്നേഹത്തിൻ്റെയും ദൈവിക നീതിയുടെയും സംഗമസ്ഥാനം. ആ ദൈവകോപാഗ്നിക്കകത്ത്, ദൈവിക നീതിക്കകത്ത് അവൻ വെട്ടപ്പെടുകയായിരുന്നു, കല്ലെറിയപ്പെടുകയായിരുന്നില്ല. അവനെ ശാപമാക്കുകയായിരുന്നു. ഏറ്റവും നീചമായ പ്രാകൃതമായ ശിക്ഷാ നടപടിയായിരുന്നു ആ കാലത്ത് ക്രൂശിലേറ്റുക എന്നുള്ളത്. അങ്ങനെ ഈ ലോകത്തൊരു മനുഷ്യന് ലഭിക്കാവുന്നത് ഏറ്റവും നീചമായ ശിക്ഷ വചനം കേൾക്കുന്ന എനിക്കും നിങ്ങൾക്കും വേണ്ടി കർത്താവ് ഏറ്റെടുത്തില്ലേ? അവനത് ചുമന്നില്ലേ? അത്രമാത്രം അവൻ നമ്മളെ സ്നേഹിച്ചില്ലേ? അത്രമാത്രം പിതാവായ ദൈവത്തിൻ്റെ നീതിക്ക് മുൻപിൽ അവൻ തകർക്കപ്പെട്ടില്ലേ? നമ്മുടെ മേൽ വരേണ്ടിയിരുന്ന ശിക്ഷ അവൻ്റെ മേലായില്ലേ? ആയതുകൊണ്ട് ശാന്തമായി ചിന്തിക്കാമോ? കർത്താവേ, നീ എന്നോട് കരുണ തോന്നണമേ. ദൈവമേ, നീ എന്നോട് മനസ്സലിയണം. എന്നിൽ വന്നുപോയ പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ എന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കണം. എഫേസ്യലേഖനം 5-ാം അധ്യായം 25-ാം വാക്യത്തിൽ ഇങ്ങനെ കാണുന്നു: കർത്താവ് തൻ്റെ സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് തൻ്റെ ഭാര്യയെ സ്നേഹിക്കേണ്ടതാകുന്നു. കർത്താവ് തൻ്റെ സഭയെ കരുതിയതുപോലെ ഭർത്താവ് തൻ്റെ ഭാര്യയെ കരുതേണ്ടതാകുന്നു. കർത്താവ് തൻ്റെ കാന്തയായ, തൻ്റെ മണവാട്ടിയായ, തൻ്റെ നിക്ഷേപമായ, വിളിച്ചു ചേർക്കപ്പെട്ടവരുടെ കൂട്ടമായ എക്ലീസിയ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന സഭയെന്ന ആ ഒരു ഏകവും വിശുദ്ധവും കാതോലികവുമായ ആ ഏക വിശുദ്ധ സഭ, അത് കർത്താവിൻ്റെ ശരീരമാണ്. അവൻ രക്തം കൊടുത്തു വാങ്ങിയതാണ്. ആ സഭ അതിൻ്റെ അരിമ മണവാളനും വിവാഹ നിശ്ചയത്തിലുമായിരിക്കുന്ന യേശുവിനെ വിട്ട് പാപത്തിൻ്റെ വഴിക്ക് മാറിക്കൂടാ. മാറിയാൽ അത് ആത്മീകമായ വ്യഭിചാരമാണ്. പ്രാദേശിക സഭകൾ, പ്രാദേശിക കൂട്ടായ്മകൾ, ഇതുമായിട്ടെല്ലാം ബന്ധപ്പെട്ട നമ്മൾ കർത്താവിന് ഇഷ്ടമല്ലാത്ത, ദൈവവചനത്തിന് നിരക്കാത്ത ഏതെങ്കിലും പാപത്തിൻ്റെ കെട്ടുപാടുകൾക്കകത്ത് പെട്ടുകിടക്കുന്നെങ്കിൽ അതിൽ നിന്നൊരു മോചനം തരുവാൻ ദൈവത്തിൻ്റെ നീതി കർത്താവിൻ്റെ മേൽ നടപ്പാക്കപ്പെട്ടു. അവനിന്ന് തൻ്റെ ചങ്കിലെ രക്തം പിതാവായ ദൈവത്തിൻ്റെ മുൻപിൽ കാഴ്ചവെച്ച് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി മധ്യസ്ഥത ചെയ്യുന്ന ഏക മധ്യസ്ഥനാണ് നമ്മുടെ കർത്താവ്. ആകാശത്തിനും ഭൂമിക്കുമിടയിലുള്ള ഏക മധ്യസ്ഥൻ, ദൈവത്തിനും മനുഷ്യർക്കുമിടയിലുള്ള ഏക മധ്യസ്ഥൻ. രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴെ വേറെ ഒരു മാർഗമില്ല, വേറെ ഒരു നാമവുമില്ല. നമുക്ക് പ്രാർത്ഥിപ്പാൻ, നമുക്ക് ആരാധിപ്പാൻ ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ദൈവമക്കളെ, നമ്മുടെ പാപത്തിൻ്റെ ശിക്ഷ അവൻ്റെ മേലായി.
നമ്മളിൽ വരേണ്ടിയിരുന്ന ദൈവകോപത്തിൻ്റെ ആ കരിവാളിപ്പ് നമുക്ക് വേണ്ടി കാൽവറിയിൽ കർത്താവ് പൂർണ്ണമായിട്ട് ഏറ്റെടുത്തു. ഇനി നമുക്ക് ഈ ഭൂമിയിൽ ചെയ്യാൻ കഴിയുന്നത് ഒരു കാര്യമേ ഉള്ളൂ. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് അംഗീകരിക്കുന്നത് മാത്രമേ നമുക്കിനി ഇതിനകത്ത് ചെയ്യാനായിട്ടുള്ളൂ. നമുക്കിനി ചെയ്യാനുള്ളതേ ഉള്ളൂ. യേശു കർത്താവിൻ്റെ പാദപീഠത്തിൽ നമ്മൾ നമ്മളെ തന്നെ ശാന്തമായി പരിശോധിക്കാനും വിലയിരുത്താനും ഈ വചനം നമ്മളെ നിർബന്ധിക്കുകയാണ്. വ്യഭിചാരം ചെയ്യരുത്. സദൃശവാക്യങ്ങളിൽ വളരെ കൃത്യമായി ഇതിനെക്കുറിച്ച് പറയുന്നു. ദൈവം വെറുക്കുന്ന ഒരു പാപമാണ് വ്യഭിചാരം. ഇവിടെ പറയുന്ന 4-5 കൂട്ടം കാര്യങ്ങളുണ്ട്. സ്വന്തത്തിലായാലും ബന്ധത്തിലായാലും, സ്ത്രീയായാലും പുരുഷനായാലും, ഏതേത് പദവിയിൽ കഴിയുന്നവരായാലും പരസ്ത്രീ ബന്ധം വ്യഭിചാരമാണ്. എന്നാൽ ഇന്ന് പരസ്പര സമ്മതത്തോടെയുള്ള അന്യബന്ധങ്ങൾ ലോകത്തിൻ്റെ നിയമപ്രകാരം ഒരുപക്ഷെ ശിക്ഷാർഹമായിരിക്കില്ല. പക്ഷെ ദൈവിക കോടതിയിൽ ശിക്ഷാർഹമാണ്. ഈ ലോകത്തിൻ്റെ കോടതി നമ്മളെ നിയമമനുസരിച്ച് വെറുതെ വിട്ടേക്കാം. എന്നാൽ ദൈവവചനത്തിൻ്റെ വ്യവസ്ഥ പ്രകാരം അവയെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് നാം വിശുദ്ധീകരണം പ്രാപിച്ചില്ലെങ്കിൽ ആ പാപം മതി നമ്മളെ നരകത്തിലയക്കാൻ. ആ പാപം അത്ര പവർഫുള്ളാണ്. ഒരിക്കൽ ആ കെണിയിൽ വീണു കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വളരെ ബുദ്ധിമുട്ടാണ്. വിലക്കപ്പെട്ടൊരു ഖനിയാണതെങ്കിൽ അത് നാം ഒരിക്കൽ ആസ്വദിച്ചാൽ നമുക്ക് പിന്നീട് അതിൽ നിന്ന് വേർപിരിയാൻ വളരെ പാടുപെടേണ്ടി വരും, അധ്വാനിക്കേണ്ടി വരും. ആയതുകൊണ്ട് പാപത്തിൽ വീഴാതിരിപ്പാൻ നമ്മൾ നോക്കണം. ഈ 22-ാമത്തെ അധ്യായത്തിൽ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധിയെക്കുറിച്ച് പറയുന്നിടത്ത് അടിവരയിട്ട് പറയുന്ന 2 കാര്യങ്ങൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന്, കന്യകാത്വം കാക്കണമായിരുന്നു. കന്യാചർമ്മം അത് നഷ്ടപ്പെടാതെ നോക്കണമായിരുന്നു. അത് വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോഴുള്ള വിശുദ്ധിയുടെ മുദ്രയായി കണക്കാക്കപ്പെട്ടിരുന്നു ആ കാലത്ത്. രണ്ടാമത്തേത്, വിവാഹം കഴിഞ്ഞാലും ഭാര്യാഭർത്തൃ ബന്ധമെന്ന് പറയുന്ന ആ ഒരു സർക്കിളിന് പുറത്തുള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും പാപമായും വ്യഭിചാരമായും ദൈവം അംഗീകരിക്കുന്നു, കണക്കാക്കുന്നു. ദൈവം പാപത്തെ തിരിച്ചറിയുമ്പോൾ പാപത്തിൻ്റെ മേൽ ശിക്ഷ വരാതിരിക്കുകയില്ല. ഇവിടെ വളരെ വ്യക്തമായി പാപങ്ങളെക്കുറിച്ച് രേഖപ്പെടുത്തുകയാണ്. കൊരിന്ത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ കൊരിന്ത്യ സഭയിൽ ധാരാളം മലിനതകൾ കുമിഞ്ഞുകൂടിയിരുന്നു. താൻ തൻ്റെ സഭയെ അവിടെ സ്ഥാപിക്കുമ്പോൾ അവർക്ക് ആ കാര്യങ്ങൾ വെളിവാക്കി കൊടുത്തപ്പോൾ അവർ പലരും ആ തിന്മയെ വിട്ടുതിരിഞ്ഞു. അവർ മാനസാന്തരപ്പെട്ടു. അവർ വിശുദ്ധിക്ക് വേണ്ടി ദാഹിച്ചു. എന്നാൽ അവരുടെ ഇടയിലേക്ക് തിന്മ കടന്നു വന്നു. തിന്മ കടന്നു വന്നപ്പോൾ അവരിൽ പലരും ആ തിന്മയ്ക്ക് വീണ്ടും വിധേയരായി. നിങ്ങൾക്കറിയാമല്ലോ, ഈ GM ഓഫ് ഇന്ത്യ, നമ്മൾ ആദിവാസികളായ, വേണ്ടത്ര വിദ്യാഭ്യാസമോ സാമ്പത്തിക ഭദ്രതകളോ കഴിവോ പ്രാപ്തിയോ ഇല്ലാത്ത പാർശ്വവൽക്കരിക്കപ്പെട്ട ജനത്തിൻ്റെ നടുവിലേക്ക് ദൈവവചനവുമായി കടന്നുപോയ ഒരു പ്രസ്ഥാനമാണ് ഈ GM ഓഫ് ഇന്ത്യ. ഞങ്ങൾ വീട് തോറും കയറി ഇറങ്ങി യേശുവിനെ കുറിച്ച് പറയും, അവരെ പഠിപ്പിക്കും. വ്യഭിചാരം ചെയ്യരുതെന്ന് പഠിപ്പിക്കും, മോഷണം ചെയ്യരുത് എന്ന് പറയും, മോഷ്ടിക്കരുതെന്ന് പഠിപ്പിക്കും, ആരോടും വഴക്കുണ്ടാക്കരുത്, ദേഷ്യപ്പെടരുത്, കൊലപാതകം നടത്തരുത്, സ്നേഹിക്കണമെന്നെല്ലാം പഠിപ്പിക്കും. എന്നാൽ ദൈവമക്കളെ, നമ്മൾ ഇറങ്ങിപ്പോന്നതിൻ്റെ പിന്നാലെ വേറൊരു കൂട്ടർ വരും. അവർ പറയും, നമ്മുടെ ദൈവത്തിന്
ഇങ്ങനെ ചെയ്യുന്നതിനൊന്നും തടസ്സമില്ല. നിങ്ങൾക്ക് ഇങ്ങനെയും ചെയ്യാം, നമ്മുടെ ദൈവത്തെ ആരാധിക്കുകയും ചെയ്യാം. ഏത് വിഭാഗക്കാരെന്ന് ഞാൻ പറയാൻ ഇഷ്ടപ്പെടുന്നില്ല. പക്ഷേ ദൈവമക്കളെ, അങ്ങനെയുമുണ്ട് ഒരു കൂട്ടർ. അവർ പറയുന്ന കേട്ട് ജീവിച്ചാൽ, മറ്റുള്ളവർ തരുന്ന നിർദ്ദേശമനുസരിച്ച് പാപം ചെയ്ത് ജീവിച്ചാൽ അങ്ങനെ തന്നെ നശിച്ചു പോകും. നമ്മളെ രക്ഷിപ്പാൻ വേറെ ആരും കൂടെ ഉണ്ടാകില്ല. രക്ഷിക്കപ്പെടാൻ ആകാശത്തിൻ്റെ കീഴെ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരേ ഒരു നാമമേ ഉള്ളൂ. അത് യേശു എന്ന ഏകനാമമാണ്. മറ്റൊരു നാമമില്ല, മറ്റൊരു വഴിയില്ല, മറ്റൊരു മതമില്ല, മറ്റൊരു സിദ്ധാന്തമില്ല, മറ്റൊരു മാർഗമില്ല. രക്ഷിക്കപ്പെടാൻ ഒരേ ഒരു മാർഗം. ഇരിക്കുന്ന ഇരിപ്പിൽ ജീവനുള്ള കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും വാ കൊണ്ട് ഏറ്റുപറയുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എൻ്റെ കർത്താവ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റ് ജീവിച്ചിരിക്കുന്നു എന്ന് ഏറ്റുപറയുകയും യേശുവിനെ നെഞ്ചിലേറ്റുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. അതിന് കായക്ലേശങ്ങൾ വേണ്ട, അതിന് പണം വേണ്ട. ഇരിക്കുന്ന ഇരിപ്പിലിരുന്ന് അവനെ വിളിച്ച് അയ്യം വിളിച്ച് പ്രാർത്ഥിക്കാമെങ്കിൽ നമ്മൾ അകപ്പെട്ട് കിടക്കുന്ന സകല തിന്മയുടെയും വള്ളിക്കെട്ടുകളിൽ നിന്ന്, സകല പ്രതിസന്ധികളിൽ നിന്നും രക്ഷിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാണ്. ആ ക്രൂശിലേക്ക് നോക്കാം, നമുക്കവനോട് പ്രാർത്ഥിക്കാം. സഹോദര, ഒരു ജീവിതമല്ലേ ഉള്ളൂ, അത് പാപത്തിന് പണയം വയ്ക്കല്ലേ. അത് പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ദൈവീക നീതിയുടെ മുൻപിൽ എരിഞ്ഞടങ്ങപ്പെട്ട, നമ്മെ സ്നേഹിച്ച ആ കർത്താവിനായി ബാക്കിയുള്ള ഈ ജീവിതം സമർപ്പിക്കൂ. കർത്താവ് നമ്മളെ ഈ വചനങ്ങളാൽ അനുഗ്രഹിക്കാതിരിക്കില്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഇന്ന് വചനം കേട്ട എല്ലാ ദൈവമക്കൾക്കായിട്ട് സ്തോത്രം. ഞങ്ങളുടെ സ്വകാര്യ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കാൻ, അങ്ങയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങളെല്ലാം നീ സഹായിക്കണമേ. ഈ വചനം കേട്ട ആരെയും നീ കൈവിട്ട് കളയരുതേ. വചനം കേട്ട സകലരെയും നിത്യതയുടെ തുറമുഖത്ത് പേർ വിളിക്കും നേരം ഒരുമിച്ച് കാണാൻ കൃപ തന്നാട്ടെ. അങ്ങ് മഹത്വമെടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.